നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട്ടിൽ കാണിക്കുന്ന സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നമുക്ക് കൺഫേം ആയിട്ടുള്ള എൻട്രീസ് എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് തരുന്നതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചു തരും. ആ വരുന്ന സിഗ്നൽ കൺഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. മാനുവലി നമ്മൾ അത് മാത്രമേ ചെക്ക് ചെയ്യാവുള്ളൂ, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ് കാണിച്ചു തന്നുള്ളൂ. അത് കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം ട്രേഡ് നമ്മൾ മാനുവലി നമ്മുടെ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാനോ ലൈവായിട്ട് ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് സിഗ്നൽസ് വരുമ്പോൾ തന്നെ ഇൻഡിക്കേഷൻ തരാം. ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ തരാം. അലേർട്ടും വരും, നമുക്ക് സൗണ്ടോടുകൂടി കേൾക്കാൻ കൂടി പറ്റും. ഈ അലേർട്ട് മെസ്സേജിനകത്തും ഏറ്റവും മേളിൽ ഡാഷ്ബോർഡിനകത്തും എൻട്രി പോയിന്റ് കാണിച്ചു തരും. ഇപ്പം ഞാൻ എക്സാമ്പിൾ എടുത്ത് വെച്ചിട്ട് ACCയുടെ ഇൻട്രാഡേ ചാർട്ടാണ്. ഇൻട്രാഡേ നമ്മൾ നോർമലി 5 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ വരുന്നതിന് മാർക്കറ്റ് റേറ്റ്, ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 1870. ഇവിടെ ഒരു വൈറ്റ് വേർട്ടിക്കൽ ലൈൻ കാണാൻ സാധിക്കുന്നില്ല, അത് ഡേ സെപ്പറേഷൻ ലൈനാണ്. ഇന്നത്തെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ഒരു റെഡ് ഡൗൺ ആരോ കിട്ടുന്നുണ്ട്. റെഡ് ഡൗൺ ആരോ സെല്ല് ചെയ്യാനുള്ള, അതുപോലെ ഗ്രീൻ കളറിൽ അപ്പ് ആരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ആണ്. സിഗ്നൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുമ്പോൾ തന്നെ ഈ അലേർട്ട് മെസ്സേജ് വരും, ഏറ്റവും മേലെ ഡിസ്പ്ലേ വരും. ഇപ്പോൾ ACCയുടെ ലാസ്റ്റ് സെൽ സിഗ്നൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1881 ട്രേഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്നൽ വരുമ്പോൾ 2 കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് കൺഫർമേഷൻ ആരോ വന്നതിന് ശേഷം താഴെ പ്രൈസ് ഇതുപോലെ സെൽ സോൺ എഴുതി കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ ആരോടെ താഴത്തെ ബാർ, നമുക്ക് ഓരോ ബാറിലും ഓരോ സ്റ്റാർസ്, ഓരോ ക്യാൻഡിൽസ് ഓരോ ബാർസ് ഇങ്ങനെ ഫോം ചെയ്യുക. അപ്പോൾ സിഗ്നൽ വരുമ്പോൾ താഴെ ഒറ്റ ബാറേ കാണുള്ളൂ. ആ ബാർ റെഡ് ആയി നോക്കുക. നമുക്കിവിടെ സിഗ്നൽ വരുന്ന ടൈമിൽ അത് റെഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കൺഫർമേഷൻ ഇവിടുത്തെ ഈ ക്യാൻഡിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ക്യാൻഡിൽ എൻട്രി എടുത്ത് വെച്ചാൽ മതി. കണ്ടോ, അവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് താഴത്തെ ബാർ ഇല്ലെങ്കിലും എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ സെൽ സിഗ്നൽ വന്ന സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്ത ശേഷമാണ്. ബ്ലൂ സ്റ്റാറാണ് സപ്പോർട്ട്. അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് വരുന്ന എൻട്രീസിൽ താഴത്തെ ബാറിലേലും പ്രൈസ് സോൺ നോക്കി നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ 81-55 ട്രേഡ് വന്നപ്പോൾ നമുക്ക് താഴത്തെ സോഫ്റ്റ് തന്നെ ടാർഗറ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. 77, 74, 70 ഇങ്ങനെ 3 ടാർഗറ്റ് ഉണ്ട്. ഈ ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുക. അതായത് സോഫ്റ്റ് നമുക്ക് എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് കാണിച്ചു തരും. അതുപോലെ റെസിസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽസും അതുപോലെ തന്നെ സൈഡ് വേസ് ഉൾപ്പെടെ നമുക്ക് ഇൻഡിക്കേഷൻ തരും. ഇപ്പോൾ ഈ ബ്ലൂ സ്റ്റാർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സപ്പോർട്ട് ഇനി ബ്രേക്ക് ആണെങ്കിൽ ഇനി മാർക്കറ്റ് ഇറങ്ങി വരും. ഇത് റെഡ് സ്റ്റാർസ് റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ. അത് റെസിസ്റ്റർ ബ്രേക്ക് ചെയ്യുന്ന മാർക്കറ്റിൽ അവിടെ അപ്പ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു ക്യാൻഡിൽ നോർമലായിട്ട് വരുന്ന കളേഴ്സ് റെഡും ഗ്രീനുമാണ്. റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാം സൈഡ് വേസ് ആണ്. അപ്പോൾ ഫുൾ ഒരു പാക്കായിട്ട് വരുന്നത് കൃത്യമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മളൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങൾക്കിത് ലൈവായിട്ട് ഇപ്പോൾ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് അത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 18 പോയിന്റ് ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇറങ്ങാൻ ചാൻസ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ലൈവ് ടെസ്റ്റിങ്ങിന് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.